ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 2025 PSC ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. കാലഗണന ക്രമത്തിലാക്കുവാൻ പറഞ്ഞിരിക്കുന്നു. സംഭവങ്ങൾ തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931, 32 കാലയളവിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 1931, 32 കാലയളവിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഈഴവ മെമ്മോറിയൽ നടന്നത് 1896 ഈഴവ മെമ്മോറിയൽ 1896. പാലിയം സത്യാഗ്രഹം നടന്നത് 1947. പാലിയം സത്യാഗ്രഹം 1947. വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900 ആണ്. ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കഴ്സൺ ആണ്. ലോർഡ് കഴ്സൺ ആണ് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900. ഏത് വൈസ്രോയ്ക്കാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ലോർഡ് കഴ്സൺ ആണ്. ലോർഡ് കഴ്സൺ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി. ഇവിടെ തന്നിരിക്കുന്നത് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. മൂന്നും ശരിയാണ്. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? 1916 പൂനെയില് ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. DK കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെക്കുവാനുണ്ടായ കാരണം? നിസ്സഹരണ സമരം നിർത്തിവെക്കുവാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവമാണ് നിസ്സഹരണ സമരം നിർത്തിവെക്കുവാനുണ്ടായ കാരണം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ബംഗാൾ. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിലാണ്? ബോംബെ സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്
ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആര്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ്. വില്യം ജോൺസ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിൽ. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കുവാൻ കഴിയുന്നത്? ഹൈക്കോടതിയെയാണ്. ഹൈക്കോടതി. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കുവാൻ കഴിയും. ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61 ഭേദഗതി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 61 ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭ. 4 പ്രസ്താവനകൾ ഇവിടെ തന്നിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ. 5 വർഷമാണ് സഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 ശരിയാണ്. 1, 2 ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു രാജ്യസഭ. രാജ്യസഭ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ശരിയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. ശരിയാണ്. അപ്പൊ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. ഇനി രാജ്യസഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? രാജ്യസഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത്. അപ്പൊ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം 2025 മെയ് 2 ആണ്. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് JD വാൻസ്. JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആര്? ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ ആണ്. VP മേനോൻ. ഓപ്ഷൻ എ VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യമാണ് 1954 പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്?
ഏത് വർഷമാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? 1954 ഏത് രാജ്യമാണ്? ചൈനയാണ്. ചൈന. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? ചൈനയുമായിട്ടാണ്. വർഷം 1954. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ്. വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISRO ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. നദീതട പദ്ധതികൾ തന്നിരിക്കുന്നത് ഹിരാക്കുഡ്, സർദാർ സരോവർ, കൃഷ്ണരാജസാഗർ, നിസാം സാഗർ. ഇവ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതുമായിട്ട് ജോഡി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഹിരാക്കുഡ് പദ്ധതി. ഹിരാക്കുഡ് പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ്. ഹിരാക്കുഡ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. സർദാർ സരോവർ. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ ഏത് നദിയിലാണ്? നർമ്മദ നദി. കൃഷ്ണരാജസാഗർ. കൃഷ്ണരാജസാഗർ കാവേരി നദിയിലാണ്. കാവേരി നദി. കൃഷ്ണരാജസാഗർ കാവേരി നദി. നിസാം സാഗർ. നിസാം സാഗർ ഗോദാവരി നദിയിലാണ്. ഗോദാവരി. ഒന്നുകൂടി നോക്കാം. ഹിരാക്കുഡ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. കൃഷ്ണരാജസാഗർ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. നിസാം സാഗർ നർമ്മദ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏത്? അഗസ്ത്യമലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? പുനർഗേഹം പദ്ധതിയുടെ പേര് പുനർഗേഹം. ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ? തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട. കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് കൊല്ലം ചെങ്കോട്ട. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത്? ഹിമാലയൻ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ, നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നു. സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1ഉം 4ഉമാണ്. 1ഉം 4. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നു. രണ്ടും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ഹിമാദ്രിയെ സംബന്ധിച്ച്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളുമാണ്. അടുത്ത ചോദ്യം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം? മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബ്രഹ്മപുരം. 2027 ഒളിമ്പിക് സ്പോർട്സ് 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യ.
കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നത് പാമ്പാടും ശോല, മതികെട്ടാൻ ശോല, ഇരവികുളം, സൈലന്റ് വാലി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ പാമ്പാടും ചോലയാണ്. മതികെട്ടാൻ ചോല 2023 ദേശീയോദ്യാനമായി. 2023 ദേശീയോദ്യാനമായത് മതികെട്ടാൻ ചോലയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് നീലഗിരി താർ. സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. അടുത്ത ചോദ്യം, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതമായ ഉഷ്ണക്കാറ്റിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്നത് ഏതാണ്? ലൂ ആണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്നത്. 34ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏത്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടിരുന്നത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവ മണ്ണാണ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. ഏത് കായലാണ്? വേമ്പനാട് കായൽ. തന്നിരിക്കുന്നു കല്ലടയാറിന്റെ പതനസ്ഥാനമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൺട്രോ ദുരന്തദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ. വേമ്പനാട് കായലുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 4ഉം തെറ്റാണ്. 1 തെറ്റാണ്, 4 തെറ്റാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. ശരിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതും തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നതും വേമ്പനാട്ട് കായലിലാണ്. ഇനി കല്ലടയാറിന്റെ പതനസ്ഥാനം ഏതാണ്? കല്ലടയാറിന്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായലാണ്. കല്ലടയാറിന്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായലിന്റെയും കല്ലടയാറിന്റെയും സംഗമസ്ഥാനത്താണ്. അഷ്ടമുടിക്കായലിന്റെയും കല്ലടയാറിന്റെയും സംഗമസ്ഥാനത്താണ് മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം? ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്ഷൻ ബി ആണ് ഉത്തരം.
മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മ്യാൻമാർ ആണ്. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തില് അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം നീണ്ടകരയാണ്. അപ്പൊ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് കേരളത്തിലേത്? നീണ്ടകരയാണ്. ഇനി ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്ന തുറമുഖവും ഏതാണ്? നീണ്ടകരയാണ്. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായവ ഏത് എന്നാണ്. ശരിയായവ ഓപ്ഷൻ എ ആണ് ഉത്തരം. 3ഉം 4ഉം ശരിയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല ശരിയാണ്. ആദ്യത്തെ 2 പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ് വനഭൂമി ഏറ്റവും കുറവുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ് വനഭൂമി ഏറ്റവും കുറവുള്ളത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി ആണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തൃശ്ശൂരില് പീച്ചിയാണ്. പീച്ചി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുവാനാണ് കരുമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരി കോട്ട, പുനലൂർ തൂക്കുപാലം, വാഗൻ ട്രാജഡി സ്മാരകം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ്. SSC ആർട്ടിൽ അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നതാണിത്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, പുനലൂർ തൂക്കുപാലം കൊല്ലം, വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറം. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ശരിയായവ. തന്നിരിക്കുന്ന ബോക്സർ കലാപം അമേരിക്ക, ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 2 ശരിയാണ്, 4ഉം ശരിയാണ്. ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. ഇനി ബോക്സർ കലാപം ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചൈനയാണ്. ബോക്സർ കലാപം ചൈനയിൽ നടന്ന പ്രക്ഷോഭമാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസ്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം കോകില സന്ദേശം. കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യമാണ് കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകൾ ആണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭൂവൽക്കം, ഭൂവൽക്കത്തിന് താഴെ മാന്റില്, മാന്റിലിന് താഴെ പുറക്കാമ്പ്, പുറക്കാമ്പിന് താഴെ അകക്കാമ്പ്. ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഉണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. തെറ്റായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം.
1, 4, 6 എന്നിവ തെറ്റാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട് എന്നത് തെറ്റാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും തെറ്റാണ്. 18 വയസ്സ് തികഞ്ഞ ആർക്കും വോട്ട് ചെയ്യാം, ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല, ശരിയാണ്. അവകാശങ്ങളുള്ളതുപോലെ തന്നെ നമുക്ക് കടമകളുമുണ്ട് എന്നതും ശരിയാണ്. അടുത്ത ചോദ്യം, 2005 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വാൽ കിൽമർ 2025 മാർച്ചിൽ അന്തരിച്ചു. ചലച്ചിത്ര രംഗമാണ്, ചലച്ചിത്ര രംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സാറ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സാറ ജോസഫ്. അടുത്ത ചോദ്യം, വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? സുഭദ്ര യോജന പദ്ധതിയുടെ പേര് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഒഡീഷയാണ്, ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശാസ്താംപാറ, ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? കരിമ്പൻ എന്നത് ഫംഗസ് ആണ്. കരിമ്പൻ എന്നത് ഫംഗസ് ആണ്. നാഗപതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം? നാഗപതിവെക്കൽ കുരുമുളകാണ്, കുരുമുളക്. ഓപ്ഷൻ ഡി കുരുമുളക്. 55ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരം ജില്ല. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ? അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി ആണ്, വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനുമാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ? യുനെസ്കോ അംഗീകാരം ഓപ്ഷൻ ഡി ആണ്, ഒന്നു മാത്രം, കൂടിയാട്ടം, ഒന്നു മാത്രം, കൂടിയാട്ടം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കോൺവെക്സ് ദർപ്പണം. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രസ്താവന 2, 4 എന്നിവ. 2, വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഏതാണ്? കോൺവെക്സ് മിറർ. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണമാണ് ഇവ. 2, 4 എന്നിവ ശരി. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു ഇലക്ട്രോൺ JJ തോംസൺ, പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക്, ന്യൂട്രോൺ റുദർഫോർഡ്. ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രമാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ഇലക്ട്രോൺ JJ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതോ? പ്രോട്ടോൺ ആണ് റുദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നത്? സിങ്ക് കലാമിനാണ്, കലാമിൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല, മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ്. ഹൈഡ്രജനിൽ ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു.
മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടിന്റെ കണ്ടുപിടുത്തത്തിനാണ്. ക്വാണ്ടം ഡോട്ട്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ DRDO സമീർ വി കാമത്താണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണ് ചോദിച്ചത്. ഈ ചോദ്യം PSC റിമൂവ് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടും? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. മലമ്പനി രോഗകാരി പ്രോട്ടോസോവയാണ്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? പ്രോട്ടോസോവ. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്നു? വൈഡൽ പരിശോധന സാൽമണല്ല ടൈഫി. വൈഡൽ പരിശോധന സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമാണ് മോണോസൈറ്റ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം. ഒരു കാർഡിയാക് സൈക്കിൾ 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര്. ക്ഷയരോഗം BCG. രക്തത്തിലെ കാൽഷ്യത്തിന്റെ സാധാരണ അളവ് 9 to 11 mg. രക്തത്തിലെ കാൽഷ്യത്തിന്റെ സാധാരണ അളവ് 9 to 11 mg. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്നത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. ജീവകം K. ലോക പ്രകൃതി സംരക്ഷണ ദിനം. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28 ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക്. പദ്ധതിയുടെ പേര് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനു കാരണമാകുന്ന രോഗകാരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരിയാണ് നെയ്ഗ്ലേരിയ ഫൗലേരി. നെയ്ഗ്ലേരിയ ഫൗലേരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി നെയ്ഗ്ലേരിയ ഫൗലേരി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 ആശാധാര. പദ്ധതിയുടെ പേര് ആശാധാര. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 82 ഓപ്ഷൻ എ ആണ് ഉത്തരം. 83ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി 2. 84ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 7.26 സെന്റിമീറ്റർ. 7.26 സെന്റിമീറ്റർ. 85ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 88 ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 89ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 91ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 92
ഓപ്ഷൻ ബി. 93-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 94-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 95-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 96-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 97 ഓപ്ഷൻ സി. 98-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 99-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.